സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ 50 ശൈശവവിവാഹങ്ങൾ നടന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചതായും അദ്ദേഹം നിയമസഭയിൽ രേഖാമൂലം അറിയിച്ചു. 1862 പേർക്ക് ഈ വർഷം KSRTCയിൽ ജോലി നൽകുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രനും പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ 50 ശൈശവ വിവാഹ കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്നു. 6835 കേസുകളാണ് ഇത്തരത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. 253 കുട്ടികൾ കൊല ചെയ്യപ്പെട്ടതായും മുഖ്യമന്ത്രി ES ബിജുമോളുടെ ചോദ്യത്തിന് മറുപടിയായി സഭയെ അറിയിച്ചു. ഈ വർഷം KSRTCയിൽ 1562 പേർക്ക് നിയമനം നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇതിൽ 823 കണ്ടക്ടർമാരെയും 255 ഡ്രൈവർമാരെയും 2 വർഷത്തിനകം നിയമിക്കുമെന്നും അടിയന്തര ചോദ്യത്തിന് മറുപടിയായി മന്ത്രി വ്യക്തമാക്കി. നിലവിലുള്ള 823 കണ്ടക്ടർ ഒഴിവുകളിലേക്ക് നിയമന ഉപദേശം നൽകുവാൻ കേരള PSCയോട് ആവശ്യപ്പെട്ടുകൊണ്ട് 28/6/2016 കത്ത് നൽകിയിട്ടുണ്ട്. PSCയിൽ നിന്നും നിയമനോപദേശം ലഭിച്ചാലുടൻ ഇവർക്ക് നിയമനം നൽകാൻ കഴിയുന്നതാണ്. 2 വർഷത്തിനകം സംസ്ഥാനത്തെ ദേശീയപാതാ വികസനം പൂർത്തിയാക്കുമെന്ന് മന്ത്രി G സുധാകരൻ പറഞ്ഞു. സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും സത്വരമായി പരിഹരിക്കും. നഷ്ടപരിഹാരം കൃത്യസമയത്ത് തന്നെ നൽകുമെന്നും C ദിവാകരന് മറുപടിയായി മന്ത്രി വ്യക്തമാക്കി. 100 കിലോമീറ്ററിൽ പ്ലാസ്റ്റിക് മിശ്രണം ചെയ്ത ബിറ്റുമിൻ റോഡുകൾ നിർമ്മിക്കുമെന്നും മന്ത്രി സഭയെ അറിയിച്ചു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ 304 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഉൾപ്പെടെ 551 ഡോക്ടർമാരുടെ ഒഴിവുള്ളതായി ആരോഗ്യമന്ത്രി KK ശൈലജ സഭയെ രേഖാമൂലം അറിയിച്ചു. നിയമസഭയിൽ നിന്നും S ഷീജ. സംസ്ഥാനത്ത് എളുപ്പത്തിൽ കൊലപാതകം നടത്താൻ പരിശീലിപ്പിക്കുന്ന തീവ്രവാദ സംഘടനയാണ് SDPI എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി ആയിട്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. RSSും SDPIയും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. കുറ്റ്യാടിയിൽ യൂത്ത് ലീഗ് പ്രവർത്തകനായ നസറുദ്ദീന്റെ കൊലപാതകം ഉളവാക്കിയിരിക്കുന്ന ആശങ്കയും ഭയപ്പാടും സഭാ നടപടികൾ നിർത്തി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. നസറുദ്ദീന്റെ കൊലപാതകം ആസൂത്രിതമാണെന്ന് പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. പോലീസും SDPIയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ച അദ്ദേഹം സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ടു. ISലേക്ക് SDPI ആളെ അയക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും പാറക്കൽ അബ്ദുള്ള സൂചിപ്പിച്ചു. അതേസമയം നസറുദ്ദീന്റെ കൊലപാതകത്തിൽ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിന് പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചു. സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി നോട്ടീസിന് മറുപടിയായി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് ആളുകളെ എളുപ്പത്തിൽ കൊല്ലാൻ പരിശീലിപ്പിക്കുന്ന തീവ്രവാദ സംഘമാണ് SDPI എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നസറുദ്ദീന്റെ കൊലപാതകം ആസൂത്രിതമാണോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തുന്ന കാര്യം ആലോചിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞതിനെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിക്കുകയായിരുന്നു. അതേസമയം SDPIയും RSSും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കുറ്റ്യാടി പോലുള്ള സംഭവങ്ങളിൽ പോലീസ് നിഷ്ക്രിയമാണെന്ന് ചൂണ്ടിക്കാട്ടി ചർച്ച നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളും ഉയരുന്നതായി VP ശശീന്ദ്രൻ്റെ ശ്രദ്ധ ക്ഷണിക്കൽ മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ബോധവൽക്കരണം നൽകും. കൂടാതെ അവർക്കായി ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആവാസ് യാഥാർത്ഥ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദേശീയപാതാ വികസനം 2 വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് G സുധാകരൻ. സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അത് കാസർഗോഡ് മുതൽ ഇവിടെ നമ്മുടെ തമിഴ്നാട് അതിർത്തി വരെയുള്ള നമ്മുടെ നാഷണൽ ഹൈവേ 2 വർഷത്തിനുള്ളിൽ ഗതാഗതയോഗ്യമാക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും സ്ഥലമേറ്റെടുക്കലടക്കം നമ്മുടെ ഗവൺമെൻറ് ചെയ്തു വരികയാണ്. കശ്മീരിലെ സംഘർഷത്തിന് 11ാം ദിനവും അയവില്ല. പ്രതിഷേധക്കാർ PDP MLA മുഹമ്മദ് ഖലീലിന്റെ വാഹനം ആക്രമിച്ചു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിൽ 2000 CRPF ജവാന്മാർ അധികം കേന്ദ്രം വിന്യസിച്ചു. പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മരണം 42. അതേസമയം സൈന്യം പെലറ്റ് വെടിയുണ്ടകൾ ഉപയോഗിച്ച് നടത്തിയ പ്രത്യാക്രമണത്തിൽ നിരവധി പേരുടെ കാഴ്ച നഷ്ടമായി. ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരൻ ബുർഹാൻ വാനിയെ സൈന്യം വധിച്ചതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട സംഘർഷം കാശ്മീർ താഴ്വരയിൽ തുടരുകയാണ്. സൈന്യത്തിന് നേരെ ആക്രമണം ശക്തമാക്കിയ പ്രതിഷേധക്കാർ ശ്രീനഗറിലേക്ക് പോകുകയായിരുന്ന PDP MLA മുഹമ്മദ് ഖലീലിന്റെ വാഹനത്തിന് നേർക്ക് ആക്രമണം അഴിച്ചുവിട്ടു. പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മരണം 42ആയി.
താഴ്വരയിൽ കർഫ്യൂ തുടരുകയാണ്. 1500 പോലീസുകാർ ഉൾപ്പെടെ 3500 പേർക്ക് പരിക്കേറ്റു. പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം പെല്ലറ്റ് വെടിയുണ്ടകൾ പ്രയോഗിച്ചതിനെ തുടർന്ന് പരിക്കേറ്റവരുടെ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. 3 ദിവസത്തേക്ക് താഴ്വരയിൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്ന് സർക്കാർ ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെ പോലീസ് ഇന്ന് പത്ര ഓഫീസുകളിൽ റെയ്ഡ് നടത്തുകയും ചില പത്രക്കെട്ടുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളും പൂർണ്ണമായി വിച്ഛേദിച്ചിരിക്കുകയാണ്. എല്ലാ പാകിസ്ഥാൻ ചാനലുകളും കേബിൾ നെറ്റ്വർക്കിൽ നിന്ന് ഒഴിവാക്കി. ജമ്മു ശ്രീനഗർ ദേശീയ ഹൈവേയും ഭാഗികമായി അടച്ചിട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സുനന്ദ പുഷ്കറിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം പാക് മാധ്യമപ്രവർത്തക മെഹർ തരാറിനെ ചോദ്യം ചെയ്തു. അതീവ രഹസ്യമായിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ. ശശി തരൂരുമായി സംശയാസ്പദമായ സന്ദേശങ്ങൾ കൈമാറിയെന്നതും വിവാഹം ചെയ്യാൻ പദ്ധതിയിട്ടു എന്നുമുള്ള ആരോപണങ്ങൾ മെഹർ തരാർ നിഷേധിച്ചു. അന്വേഷണവുമായി സഹകരിക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഡിസംബറിലാണ് മെഹർ തരാറിന് അന്വേഷണ സംഘം നോട്ടീസ് അയച്ചത്. ഇതിനെ തുടർന്ന് 2 മാസം മുൻപ് ദില്ലിയിലെത്തിയ മെഹർ തരാറിനെ അതീവ രഹസ്യമായി മധ്യ ദില്ലിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ VK യാദവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ചോദ്യം ചെയ്യൽ 3 മണിക്കൂർ നീണ്ടുനിന്നു. ശശി തരൂരുമായി നടത്തിയ ഇമെയിൽ ആശയവിനിമയത്തിന്റെ വിശദാംശങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. എന്നാൽ ശശി തരൂരുമായി സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും സംശയാസ്പദമായ ഇമെയിൽ സന്ദേശങ്ങൾ കൈമാറിയിട്ടില്ലെന്നും മെഹർ തരാർ വ്യക്തമാക്കി. ശശി തരൂരുമായി വിവാഹത്തിന് പദ്ധതിയിട്ടിരുന്നു എന്ന ആരോപണവും തരാർ നിഷേധിച്ചു. മെഹർ തരാറും ശശി തരൂരും കൈമാറിയ സന്ദേശങ്ങൾ ലഭിക്കാനുള്ള സഹായം ആവശ്യപ്പെട്ട് സുനന്ദ തന്നെ സമീപിച്ചിരുന്നുവെന്ന് മാധ്യമപ്രവർത്തക നളിനി സിംഗ് നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മെഹർ തരാറിനെ ചോദ്യം ചെയ്തത്. അതേസമയം സുനന്ദയുടെ മരണം തെളിവില്ലാത്ത കേസാക്കി കണക്കാക്കി അന്വേഷണം അവസാനിപ്പിക്കാനാണ് ദില്ലി പോലീസിന്റെ ആലോചന. 2.5 വർഷം കഴിഞ്ഞിട്ടും തെളിവ് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തുർക്കിയിൽ വധശിക്ഷ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷവുമായും ജനങ്ങളുമായും ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗൻ. ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള സൈനിക നീക്കം പരാജയപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് എർദോഗാന്റെ നിലപാട്. അതേസമയം സൈനിക അട്ടിമറിയുമായി ബന്ധപ്പെട്ട് 6000-ലേറെ പേർ തുർക്കിയിൽ അറസ്റ്റിലായി. കൂടുതൽ പേർ ഉടൻ പിടിയിലാകുമെന്നും നീതിന്യായ വകുപ്പ് മന്ത്രി ബക്കീർ ബുസ്താദ് മാധ്യമങ്ങളെ അറിയിച്ചു. വ്യത്യസ്ത ഗ്രേഡുകളിലുള്ള 34 സൈനിക ജനറൽമാർ പിടിയിലായവരിലുണ്ട്. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള സൈനിക താവളങ്ങളിൽ നടന്ന റെയ്ഡിലാണ് ഇവർ പിടിയിലായത്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കേരള ഘടകത്തിലെ അഴിമതി അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്താൻ സർക്കാർ ആലോചന. ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ M. ബീന നടത്തിയ അന്വേഷണത്തിൽ വ്യാപക അഴിമതി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വിശദമായ അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ സർക്കാർ ആലോചിക്കുന്നത്. അതേസമയം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തേക്കുമെന്നും സൂചനയുണ്ട്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കേരള ഘടകത്തിൽ കോൺഗ്രസ് നേതാക്കളായ സുനിൽ C. കുര്യൻ, ചെമ്പഴന്തി അനിൽ എന്നിവർ ചെയർമാനും ജനറൽ സെക്രട്ടറിയുമായിരിക്കെ നടന്ന വ്യാപക അഴിമതിയും വെട്ടിപ്പുമാണ് ഡോക്ടർ M. ബീന നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞത്. എന്നാൽ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ M. ബീന നടത്തിയ അന്വേഷണത്തിലെ ശുപാർശകൾ കഴിഞ്ഞ UDF സർക്കാർ മുക്കുകയായിരുന്നു. പണം വാങ്ങി അനധികൃത നിയമനങ്ങൾ, റെഡ് ക്രോസിന്റെ സ്വത്ത് പണയപ്പെടുത്തി വാഹനങ്ങൾ വാങ്ങൽ, സ്വകാര്യ പ്രസിൽ സ്റ്റാമ്പ് അച്ചടിച്ചതിൽ കോടികളുടെ അഴിമതി, സംഭാവനകളിലെ വെട്ടിപ്പ്, ബന്ധുക്കൾക്ക് അനധികൃതമായി ജോലി നൽകിയത് എന്നിവയാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ റെഡ് ക്രോസ് കേരള ഘടകം ഭരണസമിതി പിരിച്ചുവിട്ട് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിജിലൻസിനെ കൊണ്ട് കേസ് അന്വേഷിക്കണമെന്നും ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറണമെന്നും ഡോക്ടർ M. ബീന നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കണക്കിലെടുത്താണ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് ADGPയുമായി സർക്കാർ ആശയവിനിമയം നടത്തി. ക്രൈംബ്രാഞ്ചിലെ എക്കണോമിക് ആൻഡ് ഒഫൻസ് വിങ്ങിനെയായിരിക്കും അന്വേഷണം ഏൽപ്പിക്കുക. അന്വേഷണം കൈമാറുന്നത് സംബന്ധിച്ച തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകാനാണ് സാധ്യത. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലബാർ സിമന്റ്സ് അഴിമതി കേസ് സത്യസന്ധമായും നീതിയുക്തമായും അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി വിജിലൻസ് ഡയറക്ടർക്കാണ് കോടതി നിർദ്ദേശം നൽകിയത്. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായാൽ പരാതിക്കാരന് കോടതിയെ സമീപിക്കാമെന്നും ജസ്റ്റിസ് കമാൽ പാഷ ഉത്തരവിട്ടു. കരാറുകളിലും വിതരണത്തിലും വീഴ്ച വരുത്തിയതിലൂടെ 2.25 കോടി അഴിമതി നടത്തിയെന്നാണ് പരാതി. അതിനിടെ കോടതി നിർദ്ദേശപ്രകാരം 2 കേസുകളിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. മുൻ MD സുന്ദരമൂർത്തി, ചാക്ക് രാധാകൃഷ്ണൻ, ഇപ്പോഴത്തെ MD പത്മകുമാർ തുടങ്ങിയവരാണ് പ്രതിപട്ടികയിൽ ഉള്ളത്. വിശദമായ വാദം കേട്ട ശേഷം ഹർജിയിൽ കോടതി തീർപ്പ് കൽപ്പിക്കുകയായിരുന്നു. BCCIയെ അടിമുടി ഉടച്ചു വാർക്കാൻ ശുപാർശ ചെയ്യുന്ന ലോധ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. റിപ്പോർട്ടിലെ ശുപാർശകൾ റദ്ദാക്കണമെന്ന BCCI ഹർജിയിലാണ് കോടതി ഇന്ന് വിധി പറയുക. ചീഫ് ജസ്റ്റിസ് TS താക്കൂറും ജസ്റ്റിസ് ഇബ്രാഹിം
ഖലീഫുള്ളയും അടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഈ വിധിയോടെ ജസ്റ്റിസ് ഖലീഫുള്ള വിട പറയുകയും ചെയ്യും. രണ്ടര വയസ്സിൽ പൊള്ളലേറ്റതിന്റെ ദുരിതം പേറുകയാണ് വിഷ്ണുപ്രിയ എന്ന 4 വയസ്സുകാരി. തിരുവനന്തപുരം ചിറമുക്ക് സ്വദേശി ഷിബുവിന്റെ മകളാണ് ഈ കുരുന്ന്. വിഷ്ണുപ്രിയയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് കുടുംബം. രണ്ടര വയസ്സിൽ ദേഹത്ത് തിളച്ച ചായ വീണാണ് വിഷ്ണുപ്രിയയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റത്. എന്നാൽ ഇന്ന് 4-ാം വയസ്സിലും ആ ദുരന്തത്തിന്റെ നീറ്റൽ ഈ കുഞ്ഞു ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. പൊള്ളലേറ്റ ഭാഗങ്ങളിൽ വ്രണം വന്ന് വേദന അനുഭവിക്കുകയാണ് ഇന്ന് ഈ കുരുന്ന്. ഇത് ഈ ഹോള് പഴുത്ത് പൊട്ടിയതിനു ശേഷം അവിടെ ഒരു ഹോളായിട്ട് കിടക്കും. പിന്നെ ഓയിൽമെൻ്റൊക്കെ ഇടുമ്പോൾ അതങ്ങ് അടയും. അപ്പോൾ അതിങ്ങനെ വീണ്ടും അടുത്ത സ്ഥലത്ത് പൊട്ടും. അതുകൊണ്ട് വേദനയാണ്, കുളിപ്പിക്കാൻ പറ്റത്തില്ല, ദേഹത്ത് തൊടാനേ സമ്മതിക്കില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു സർജറി നടക്കുന്നതുകൊണ്ടാണ് സ്കൂളിൽ ചേർക്കാത്തത്. ഇല്ല ഇപ്പോൾ സ്കൂളിൽ ചേർക്കേണ്ടതാണ്. പ്ലാസ്റ്റിക് സർജറിയിലൂടെ മാത്രമേ വിഷ്ണുപ്രിയ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്താനാകൂ. എന്നാൽ വൻ ചിലവ് വരുന്ന ശസ്ത്രക്രിയയ്ക്കായി എങ്ങനെ പണം കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് വിഷ്ണുപ്രിയയുടെ മാതാപിതാക്കളായ ഷിബുവും ബീനയും. ഓട്ടോ ഡ്രൈവറായ ഷിബുവിന്റെ വരുമാനം മകളുടെ ഇപ്പോഴത്തെ ചികിത്സയ്ക്ക് തന്നെ തികയുന്നില്ല. തിരുവനന്തപുരം ആറ്റുകാൽ ചിറമുക്കിലെ വാടക വീട്ടിൽ താമസിക്കുന്ന ഈ 6-അംഗ നിർധന കുടുംബത്തിന് സുമനസ്സുകളുടെ സഹായം മാത്രമാണ് ഇനി ഏക പ്രതീക്ഷ. സഹൃദയർക്ക് ബീനയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലൂടെ വിഷ്ണുപ്രിയയ്ക്ക് സഹായമേകാം. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള നിയമ നടപടികൾ വേഗത്തിലാക്കാൻ ഏകജാലക സംവിധാനം നടപ്പാക്കുമെന്നും യുവ സംരംഭകർക്ക് സർക്കാർ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുമെന്നും വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ കൊച്ചിയിൽ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ കൂടിയായ VKC മുഹമ്മദ് കോയ, കെ നാൻസ്ലൻ എന്നിവരെയും ആദരിച്ചു. സ്വീകരണ പരിപാടി കൽദായ സുറിയാനി സഭാധ്യക്ഷൻ ബിഷപ്പ് യോഹന്നാൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികളായ ബിന്നി മട്ടി, ES ബിജു, വ്യവസായ പ്രമുഖരായ TS പട്ടാഭിരാമൻ, ഡോക്ടർ സുന്ദർ മേനോൻ, ഗോകുലം ഗോപാലൻ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. പരിസ്ഥിതി സൗഹൃദ വ്യവസായങ്ങൾ ആരംഭിക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ചുകൊണ്ട് തുടങ്ങുക. ഇങ്ങനെ വന്നാൽ കേരളത്തിന്റെ ഉൽപാദന രംഗത്ത് വലിയ മാറ്റം. വാർത്തയിലേക്ക്. ശക്തമായ കാറ്റിൽ മരം വീണ് തകർന്ന ക്ഷേത്ര നടപ്പന്തൽ അപകടാവസ്ഥയിൽ. ഏത് നിമിഷവും പന്തൽ തകരാൻ സാധ്യത. കൊല്ലം മേജർ ആനന്ദവല്ലീശ്വരം ശിവക്ഷേത്രമാണ് അപകടം വിതയ്ക്കാൻ വിശ്വാസികൾക്കായി കാത്തിരിക്കുന്നത്. 3 ആഴ്ച മുമ്പ് കാറ്റത്തും മഴയത്തും ആൽമരം വീണ് ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിന്റെ ആസ്പെറ്റാസ് മേഞ്ഞ നടപ്പന്തൽ ഭാഗികമായി തകർന്നു. ബാക്കി ഭാഗത്തെ മേൽക്കൂര ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലുമാണ്. നിരവധി ഭക്തജനങ്ങൾ വന്നുപോകുന്നതിനാൽ ജീവാപായം വരെ സംഭവിക്കുമെന്ന ആശങ്കയിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ദേവസ്വം ബോർഡിന് പരാതി നൽകിയെങ്കിലും പരിഹാരമായില്ല. അമ്പലത്തിന് മുമ്പിൽ നിന്ന് ആൽമരം ഒടിഞ്ഞു വീഴുകയും ആ ഒടിഞ്ഞു വീണ് നടപ്പന്തൽ പരിപൂർണമായിട്ട് നശിക്കുകയും അത് ബന്ധപ്പെട്ട അധികാരികളിലെല്ലാം അറിയിക്കുകയും ചെയ്തിട്ട് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് യാതൊരു രീതിയിലുള്ള ഉത്തരവാദിത്വം ഈ നിമിഷം വരെ ആരും അതിനെ തിരിഞ്ഞു നോക്കാതെ കിടക്കുകയാണ്. ഇത്രയും പ്രസിദ്ധമായി ഈ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് കാണിക്കുന്ന അനാസ്ഥ ഭക്തജനങ്ങൾ അതിന് പ്രതികരിക്കാനും സമരമാർഗങ്ങളിലേക്ക് ഇറങ്ങാനും വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ക്ഷേത്രത്തിനകത്ത് പാഴ്വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞ നിലയിലാണ്. ക്ഷേത്രത്തിന് സമീപത്തെ ദേവസ്വം വക കെട്ടിടത്തിൽ ആലുകൾ കൈയടക്കി. എല്ലാറ്റിനും സാക്ഷിയായി ദേവസ്വം എഞ്ചിനീയറിംഗ് ഓഫീസും ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറെ കൌതുകം. ക്ഷേത്രക്കുളം സംരക്ഷിക്കാനും പദ്ധതിയില്ല. പഞ്ചലോഹ വിഗ്രഹങ്ങളും തിരുഭാഭരണ സൂക്ഷിപ്പ് കേന്ദ്രവും ആനന്ദവല്ലീശ്വരം ക്ഷേത്ര കാമ്പൌണ്ടിലാണെന്നത് അവഗണിക്കുന്നവർ വിസ്മരിക്കുന്നുവെന്നാണ് വിശ്വാസികളുടെ പരാതി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. വള്ളം മറിഞ്ഞ് 2 പേരെ കാണാതായി. ആറന്മുള ക്ഷേത്രത്തിലെ വള്ളസദ്യക്കെത്തിയ കീച്ചേരിമേൽ പള്ളിയോടം മറിഞ്ഞാണ് അപകടമുണ്ടായത്. ചെങ്ങന്നൂർ സ്വദേശികളായ രാജീവ്, വൈശാഖ് എന്നിവരെയാണ് കാണാതായത്. ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. 11:30 ആറന്മുളയിലെ സത്രക്കടവിനടുത്ത് വെച്ചായിരുന്നു അപകടം നടന്നത്. മലയാളിയും ഇന്ത്യൻ ക്രിക്കറ്റ് താരവുമായ കരുൺ നായർ നേർച്ച വള്ളസദ്യ നടത്തുന്ന കീഴ്ച്ചേരിമേൽ പള്ളിയോടം അമ്പലക്കടവിലേക്ക് അടുക്കുന്ന സമയത്ത് മണൽപുറ്റിലിടിച്ചാണ് അപകടത്തിൽപ്പെട്ടത്. കരുൺ നായരും അപകടത്തിൽപ്പെട്ട വള്ളത്തിലുണ്ടായിരുന്നു. അപകടം നടന്നയുടനെ നാട്ടുകാരും മറ്റ് പള്ളിയോടങ്ങളിലെത്തിയവരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ മറ്റുള്ളവരെയെല്ലാം കരക്കെത്തിക്കാൻ കഴിഞ്ഞു. പള്ളിയോടത്തിൽ എത്ര പേരുണ്ടായിരുന്നുവെന്നതിൽ വ്യക്തതയില്ലാതിരുന്നതാണ് എല്ലാവരും രക്ഷപ്പെട്ടെന്നായിരുന്നു ആദ്യം കരുതിയത്. പിന്നീടാണ് 2 പേരെ കാണാതായതായി സ്ഥിരീകരിച്ചത്.
രക്ഷാപ്രവർത്തനത്തിനായെത്തിയ ഫയർഫോഴ്സിന് മതിയായ സംവിധാനങ്ങളില്ലാതിരുന്നത് തിരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചു. ജലനിരപ്പ് അടിക്കടി ഉയരുന്നതും പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. തുടർന്ന് ആലപ്പുഴയിൽ നിന്നെത്തിയ മുങ്ങൽ വിദഗ്ധർ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മഞ്ജു വാര്യർ ശകുന്തളയാകുന്ന അഭിജ്ഞാന ശാകുന്തളം നാടകം ഇന്ന് അരങ്ങിലെത്തും. കാവാലം നാരായണ പണിക്കർ രംഗഭാഷ്യം നൽകിയ നാടകം വൈകിട്ട് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലാണ് അവതരിപ്പിക്കുക.